find the Laplace transform of cos 2t അല്ലേ. അപ്പോൾ അതിന് നമ്മൾ കുറച്ച് ഫോർമുല പഠിച്ചു നോക്കണം. ഒരു ഫോർമുല ഉണ്ട്. കോസ് ക്യൂബ് എ is equal to 1/4 into 3 cos a plus cos 3. സൈൻ ക്യൂബ് എ ആണെങ്കിൽ 1/4 into 3 sin a minus sin 3a അല്ലേ. അപ്പൊ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നതാണ് കോസ് ക്യൂബ് എ എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് കോസ് ക്യൂബ് 2t is equal to 1/4 3 cos 2t plus cos 3 into 2t. Okay, that is equal to 1/4 3 cos 2t plus cos 6t. ഇതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുമ്പോൾ 1/4 അവിടെ തന്നെ. അപ്പൊ 1/4 3 cos 2t അല്ലേ. കോസ് എയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്തായിരുന്നു? s ഡിവൈഡ് ബൈ s സ്ക്വയർ പ്ലസ് a സ്ക്വയർ. അപ്പൊ 3 അവിടെ തന്നെ കിടന്നോട്ടെ. അപ്പൊ കിട്ടും s ഡിവൈഡ് ബൈ s സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 4 പ്ലസ് ഇവിടെ എന്ത് വരും? ഇവിടെയും s ഡിവൈഡ് ബൈ s സ്ക്വയർ പ്ലസ് 36 അല്ലെ. 36നെ 36 സ്ക്വയർ ഈസ് ഈക്വൽ ടു 36. ഓക്കെ, ഇത് നമ്മളിവിടെ സോൾവ് ചെയ്യുമ്പോൾ 1/4 നമ്മൾ എന്ത് ചെയ്തു? അടിയിലത്തെ ഡിനോമിനേറ്റർ LCM ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ s സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു s സ്ക്വയർ പ്ലസ് 36. ഓക്കെ, ഇനി എന്താണ്? 3s ഇൻറ്റു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3s ഇൻറ്റു s സ്ക്വയർ പ്ലസ് 36 പ്ലസ് s ഇൻറ്റു എന്തായിരിക്കും? s സ്ക്വയർ പ്ലസ് 4. ഇത് സോൾവ് ചെയ്യുമ്പോൾ 1/4 അപ്പോൾ 3s ഇൻറ്റു s സ്ക്വയർ പ്ലസ് 3s ഇൻറ്റു 36 അല്ലേ. So that is equal to 3s into s square എന്ന് പറയുന്നത് 3s cube plus 3 into 36 that is equal to 108 s plus s cube plus 4s all divided by എന്തായിരിക്കും? s square plus 4 into s square plus 36. Okay, ഇനി നമുക്ക് ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ that is equal to 1/4 3s cube plus s cube എന്ന് പറഞ്ഞാൽ 4s cube. അപ്പോൾ 4s cube plus 108x plus 4s that is equal to 112s all divided by s square plus 4 into s square plus 36. Okay, ഇതിൽ നമുക്ക് 4s കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. ഓക്കെ, that is equal to 4s divided by 4 അല്ലെ. അപ്പൊ s ക്യൂബ് വരും പ്ലസ് 112 നമ്മൾ 4 എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? 28. that is equal to 28 all divided by എന്തായിരിക്കും? s ക്യൂബ് അല്ല s സ്ക്വയർ ആണ് കേട്ടോ, സോറി. s സ്ക്വയർ ഇൻറ്റു s സ്ക്വയർ പ്ലസ് 28 s സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു എന്തായിരിക്കും? s സ്ക്വയർ പ്ലസ് 36. 4 കട്ടായപ്പോ അപ്പൊ ബാക്കി വരുന്നത് എന്താണ്? s ഇൻറ്റു s സ്ക്വയർ പ്ലസ് 28 ഓൾ ഡിവൈഡ് ബൈ s സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു s സ്ക്വയർ പ്ലസ് 36. ഇതായിരിക്കും ഇതിന്റെ ആൻസർ. അടുത്ത പ്രോബ്ലം. Then find the Laplace transform of sin cube t. അല്ലേ, sin cube a is equal to 1/4 3 sin a minus sin 3a. അങ്ങനെയാണെങ്കിൽ നമ്മൾ സൈൻ ക്യൂബ് ടി ഇസ് ഈക്വൽ ടു 1/4 3 സൈൻ ടി മൈനസ് സൈൻ 3t. ഓക്കെ, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1/4 3 സൈൻ ടി മൈനസ് സൈൻ 3t അല്ലെ. ഇതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് നമുക്ക് കാണേണ്ടത്. അങ്ങനെയാണ് എന്താ കിട്ടുക? 1/4 അല്ലെ, പിന്നെ 3 sin t ആണ്. അപ്പൊ 3 അവിടെ കടന്നോട്ടെ. sin a ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം a ഡിവൈഡ് ബൈ a സ്ക്വയർ പ്ലസ് s സ്ക്വയർ പ്ലസ് a സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടും എയുടെ സ്ഥാനത്ത് ഇവിടെ 1 ആണ്. അപ്പോ 3 ഇൻറ്റു 1 ഡിവൈഡ് ബൈ s സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ 1 മൈനസ് സൈൻ 3t. ഇവിടെ എയുടെ സ്ഥാനത്ത് 3 ആണ്. 3 divided by s square plus 3 square that is equal to 9 അല്ലേ. നമുക്ക് ഇതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 1/4 LCM ആയിട്ട് നമ്മൾ എടുക്കുക s square plus 1 into
എസ് സ്ക്വയർ പ്ലസ് 9. അപ്പോൾ 3 കൊണ്ട് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എസ് സ്ക്വയർ പ്ലസ് 9 മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എസ് സ്ക്വയർ പ്ലസ് 9 മൈനസ് 3 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 1. ഓക്കെ, ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 1/4 മൾട്ടിപ്ലൈ ചെയ്യാം. 3 ഇൻറ്റു എസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3s സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു 9 ദാറ്റ് ഈസ് ഈക്വൽ ടു 27 മൈനസ് 3s സ്ക്വയർ മൈനസ് 3 all divided by s square plus 1 into s square plus 9. That is equal to 1/4. 3s square minus 3s square therefore cancel. 27 minus 3 that is equal to 24. Right? So 24 divided by s square plus 1 into s square plus 9. ഇവിടെ 24ഉം 4ഉം കട്ടായി പോകും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടുന്ന് 6. അപ്പോൾ 6 ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 9. ഇതായിരിക്കും ഇതിന്റെ ആൻസർ. അടുത്ത പ്രോബ്ലം, ഫൈൻഡ് ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് കോസ് എച്ച് സ്ക്വയർ 2t. കോസ് എച്ച് സ്ക്വയർ എ ഇസ് ഈക്വൽ ടു എന്താണ് 1 പ്ലസ് കോസ് എച്ച് 2a ബൈ 2. സൈൻ എച്ച് സ്ക്വയർ എ ആണെങ്കിൽ കോസ് എച്ച് 2a മൈനസ് 1/2 ഇത് ഓർത്ത് നോക്കുക. അങ്ങനെയാണ് കോസ് എച്ച് സ്ക്വയർ 2t കോസ് എച്ച് സ്ക്വയർ 2t ഇസ് ഈക്വൽ ടു 1 പ്ലസ് കോസ് 2a ആണ് അല്ലെ. അവിടെ ഇവിടെ എന്താണ് 2t ആണ് ഇവിടെ പറയുന്നത്. എക്ക് പകരം എന്താണ് ഇവിടെ 2t ആണല്ലോ. 2 ഇൻറ്റു 2t ഇസ് ഈക്വൽ ടു എന്തായിരിക്കും 40 കോസ് എച്ച് 40 ഓൾ ഡിവൈഡ് ബൈ എന്തായിരിക്കും 2 അല്ലെ. അപ്പൊ നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 പ്ലസ് കോസ് എച്ച് 40 ഓൾ ഡിവൈഡ് ബൈ 2 ആയിരുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് 1/2. 1ന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഈ 1/2 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. അപ്പോൾ 1ന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ് 1/s പ്ലസ് കോസ് എച്ച് ആണെങ്കിൽ ഹൈപ്പർബോളിക് ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്കറിയാം എന്തായിരുന്നു എസ് ഡിവൈഡ് ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. എയുടെ സ്ഥാനത്ത് ഇവിടെ എന്താണ് 4 ആണ്. അപ്പോൾ 4 സ്ക്വയർ കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് 1/2 ഇൻറ്റു 1/s പ്ലസ് എസ് ഡിവൈഡ് ബൈ എസ് സ്ക്വയർ മൈനസ് 4ന്റെ സ്ക്വയർ 16. ഓക്കെ, ഇനി ഇത് സോൾവ് ചെയ്താൽ മതി. അപ്പോൾ 1/2 നമ്മൾ LCM ആയിട്ട് എസ് ഇൻറ്റു എസ് സ്ക്വയർ മൈനസ് 16 എടുത്തു. അങ്ങനെയാണെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എസ് സ്ക്വയർ മൈനസ് 16 പ്ലസ് എസ് ഇൻറ്റു എസ് എന്തായിരിക്കും എസ് സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് എസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് 2s സ്ക്വയർ മൈനസ് 16 ഡിവൈഡ് ബൈ എസ് ഇൻറ്റു എസ് സ്ക്വയർ മൈനസ് 16. ഇതിൽ നമ്മൾ 2 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 2/2 എസ് സ്ക്വയർ മൈനസ് 16 2 പുറത്തെടുത്തു കഴിഞ്ഞാൽ 8 ഓൾ ഡിവൈഡ് ബൈ എന്താണ് എസ് ഇൻറ്റു എസ് സ്ക്വയർ മൈനസ് 16. 2 കട്ടായി പോകും. ദാറ്റ് ഈസ് ഈക്വൽ ടു എസ് സ്ക്വയർ മൈനസ് 8 ഓൾ ഡിവൈഡ് ബൈ എസ് ഇൻറ്റു എസ് സ്ക്വയർ മൈനസ് 16. ഇതായിരിക്കും ഇതിന്റെ ആൻസർ. അടുത്ത പ്രോബ്ലം, ഫൈൻഡ് ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ എച്ച് സ്ക്വയർ ടി അല്ലെ. സൈൻ എച്ച് സ്ക്വയർ എ ഇസ് ഈക്വൽ ടു കോസ് 2a മൈനസ് 1 ഡിവൈഡ് ബൈ 2 ആണ്. അങ്ങനെയാണെങ്കിൽ സൈൻ എച്ച് സ്ക്വയർ ടി ഇസ് ഈക്വൽ ടു കോസ് എച്ച് 2a. ഇവിടെ എയുടെ സ്ഥാനത്ത് എന്താണ് ടി ആണ്. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ടി മൈനസ് 1 ഡിവൈഡ് ബൈ എന്താണ് 2 ആണ്. അപ്പൊ നമുക്ക് ഏതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കണം കോസ് എച്ച് 2t മൈനസ് 1 ഓൾ ഡിവൈഡ് ബൈ 2ന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് കോസ് എച്ച് 2t എന്തായിരുന്നു എസ് ഡിവൈഡ് ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. അപ്പൊ എസ് ഡിവൈഡ് ബൈ എസ് സ്ക്വയർ മൈനസ് 2 സ്ക്വയർ മൈനസ് 1ന്റെ എന്താണ് 1/s. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു എസ് ഡിവൈഡ് ബൈ എസ് സ്ക്വയർ മൈനസ് 4 മൈനസ് 1/s. ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ 1/2 നമ്മൾ LCM ആയിട്ട് എസ് സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എസ് എടുക്കും. അപ്പോൾ എസ് ഇൻറ്റു എസ് എന്ന് പറഞ്ഞാൽ എസ് സ്ക്വയർ മൈനസ് ഓഫ് എസ് സ്ക്വയർ മൈനസ് 4.
minus of s square. 1 into s square minus 4 എന്ന് പറഞ്ഞാൽ s square minus 4. That is equal to 1 by 2 s square minus കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് s square പ്ലസ് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 4 all divided by s into s square minus 4. ഇപ്പൊ s സ്ക്വയറും കട്ടായി പോകും. പിന്നെ ഇവിടെ ബാക്കിയുള്ള 4 ആണ്. 4 by 2 അല്ലേ, 4ഉം 2ഉം കട്ടാകുമ്പോൾ 2. അപ്പൊ 2 ഡിവൈഡ് ബൈ s into s square minus 4. ഇതായിരിക്കും ഇതിന്റെ ആൻസർ.